അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ്. നമുക്ക് അഡീഷൻ്റെ കേസിൽ നോക്കാം. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി എന്നാണ്. നമുക്ക് നോക്കാം, അത് എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. എ 1/3, എ ഈസ് ഈക്വൽ ടു 1/3, ബി ഈസ് ഈക്വൽ ടു 2/3, സി ഈസ് ഈക്വൽ ടു 4/3. ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി നോക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ 1/3 പ്ലസ് ബി എത്രയാണ് 2/3 പ്ലസ് സി എത്രയാണ് 4/3 അല്ലേ. ഈസ് ഈക്വൽ ടു 1/3 പ്ലസ് ഇവിടെ ബ്രാക്കറ്റിനുള്ളിലുള്ളത് ആദ്യം ചെയ്യണം. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണല്ലേ, അപ്പോൾ അതുകൊണ്ട് എഴുതാം. ഡയറക്റ്റ് ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യുക അല്ലേ. 2 + 4 എത്രയാണ് 6. 1/3 പ്ലസ് 6/3 എന്ന് പറഞ്ഞു അല്ലേ. സോ ന്യൂമറേറ്റേഴ്സ് സെയിം തന്നെയാണ്, ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. അപ്പോൾ ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യാം. 6 + 1 7/3 എന്ന് വന്നു. അടുത്തത് ഈ സ്റ്റെപ്പ് ചെയ്യണം അല്ലേ. എ പ്ലസ് ബി പ്ലസ് സി ചെയ്യണം. എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ എത്രയാണ് 1/3 പ്ലസ് ബി എത്രയാണ് 2/3 പ്ലസ് സി എത്രയാണ് 4/3 അല്ലേ. ചെയ്തു. ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റിനുള്ളിലുള്ള ആദ്യം ചെയ്യാം. ഡിനോമിനേറ്റർ 3 ആണല്ലേ. 1 + 2 3 വന്നു. 3/3 പ്ലസ് 4/3 എന്ന് വന്നു. ഇവിടെയും ഡിനോമിനേറ്റർ സെയിം ആണ്. 3 + 4 എത്രയാണ് 7 അല്ലേ. 7/3 വന്നല്ലേ. എ പ്ലസ് ബി പ്ലസ് സി ചെയ്തപ്പോഴും എ പ്ലസ് ബി പ്ലസ് സി ചെയ്തപ്പോഴും എത്രയാണ് 7/3 എന്ന് കിട്ടി അല്ലേ. അതുകൊണ്ട് therefore എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ആണല്ലേ. അതുകൊണ്ട് നമുക്ക് പറയാം addition is associative for rational numbers. Addition is associative for rational numbers. മനസ്സിലായോ? അതായത് എ എന്നും ബി എന്നും സി എന്നും പറഞ്ഞ 3 റാഷണൽ നമ്പേഴ്സ് എടുത്തു. എ പ്ലസ് ബി പ്ലസ് സി ചെയ്തപ്പോഴും എ പ്ലസ് ബി പ്ലസ് സി ചെയ്തപ്പോഴും എന്താണ് ഈക്വൽ ആയിട്ട് കിട്ടി. അതുകൊണ്ട് നമുക്ക് പറയാം അഡീഷൻ ഈസ് അസോസിയേറ്റീവ് ഫോർ റാഷണൽ നമ്പേഴ്സ്.